ഓക്കെ 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 അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ വർക്ക് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇത് നമുക്ക് ആദ്യമായിട്ട് നമുക്കിത് ഒരു യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കണ്ട് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുള്ളൊരു വർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിനി വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ സാധാ സപ്പോർട്ട് കൊടുത്ത് നിർത്തും പോലെയല്ല, ഇത് കുറച്ചും കൂടി ഹെവിയാക്കി നമ്മൾ നിർത്തണം. കാരണം നമുക്കിത് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ, ജസ്റ്റ് ഒരു താഴത്തൊരു സപ്പോർട്ടിൽ മാത്രമാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിത് എങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ള് സെറ്റിങ്സ് എന്നുള്ളത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറയാൻ പോവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്ന സ്റ്റെപ്പ് ഇങ്ങനെ അല്ല, ഇത് ഫിനിഷായി വരുമ്പോൾ ഈ നമ്മൾ ചെയ്തിരിക്കുന്നതിൽ മൊത്തവും വുഡൻ പാനൽ വന്ന് പൊതിഞ്ഞ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള മെറ്റലൊന്നും കാണത്തില്ല, കംപ്ലീറ്റും വുഡൻ ടെക്സ്ചറായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഒറ്റ പോയിന്റിൽ നമ്മൾ താഴെ ഒരു ഐസെക്ഷനെ കറക്റ്റ് ചെയ്ത് താഴെ ഒരു സപ്പോർട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചുമരിൽ കട്ട് ചെയ്തുകൊണ്ട് പുറകുവശത്ത് ആണ് ഇതിൻ്റെ സപ്പോർട്ടിങ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു ഇതിൽ അവർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര തന്നെ ഇത് ടൈറ്റ് ചെയ്താലും ഇത് ഫുൾ ടൈറ്റ് ആവില്ല. സോ അതുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു പണി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന ഏരിയയാണ്. അപ്പോൾ ഇത് നമ്മൾ എത്ര തന്നെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്താലും ചിലപ്പോൾ ഇതിങ്ങനെ ടൈറ്റായി ചുമരിങ്ങനെ കീറി വന്നുകൊണ്ടിരിക്കും. സോ നമ്മളിങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്തപ്പോൾ നമുക്ക് നന്ന സ്ട്രോങ് കിട്ടി. അപ്പോൾ അതായത് എല്ലാം കറക്റ്റായിട്ട് കീറിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു കമ്പി വെച്ച് വെൽഡ് ചെയ്തു. വെൽഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, വെൽഡിങ് നല്ല ടൈറ്റ് ചെയ്തപ്പോൾ നല്ല ഫുൾ ടൈറ്റായി. അപ്പോൾ നമുക്ക് പിന്നെ കിട്ടിയൊരു പണി എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഈ വർക്ക് ചെയ്തിട്ട് അതിന് നോക്കിയിട്ടാണ് പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല, പൈപ്പൊന്നും പൊട്ടിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ലൈൻ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്മൾ അതെപ്പോഴും ഇത് പറഞ്ഞിരുന്നതാണ്, പക്ഷെ അവർ ഇത് ഓർത്തില്ല. കുറേ ലൈൻസൊക്കെ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടായാലും അത് ഒറ്റ ലൈൻ അതിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അത് തൊട്ടില്ലെന്ന് പോയിട്ടുണ്ട്. സോ ഈ വർക്ക് ചെയ്യുന്നവർ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കിതിനകത്ത് മെൻഷൻ ചെയ്യാനുള്ളത് അടുത്തൊരു കാര്യം, ഇതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ. ലെവൽ എപ്പോഴും നമ്മൾ പക്ക സ്പിരിറ്റ് ലെവലിനെല്ലാം ചെയ്ത് നിർത്തിയതിന് ശേഷം ഇത് പൊട്ടിക്കുമ്പോൾ ഇത് താരും. ഇത് കുറച്ച് നല്ല ഹെവി മെറ്റീരിയൽ. ഇതിപ്പോൾ നമ്മളിത് 8mm പ്ലേറ്റിൽ ബെൻഡ് ചെയ്താണല്ലോ ഇത് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെയിറ്റ് കപ്പാസിറ്റി ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും വെയിറ്റുള്ളൊരു ഇത് ഈ രണ്ട് സൈഡിൽ ലോക്കായിട്ടാണ് ഇത് നിൽക്കാനുള്ളത്. സോ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതിൽ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർക്ക് ചെയ്യുന്നവർക്ക് ബാക്കി കുറേ ഐഡിയാസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അത് പക്കയായിരിക്കും. അതിനകത്ത് വേറെ കംപ്ലയിൻറ്റ് വരത്തില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ 3 പേര് നടന്ന് പോയാലും അതിനകത്ത് ജെർക്കിങ് വരില്ല. ഓക്കെ, ഇത് ഇപ്പോൾ 8mm പ്ലേറ്റ് ആയതുകൊണ്ട് സെൻറ്ററിൽ ചവിട്ടുമ്പോൾ ചെറിയൊരു ബെൻഡ് വരും. അത് നമ്മുടെ ഇതിന് പുറത്ത് 1.5 ഇഞ്ചിൻ്റെ വുഡ് വെച്ചാണ് ഇത് ഫുള്ളായിട്ട് കൺസീൽ ചെയ്തെടുക്കുന്നത്. അപ്പോഴത്തേക്കും 1.5 അല്ല 1.25 ഇഞ്ച് 4.5 സെൻറ്റിമീറ്ററിലാണ് ഇത് കൺസീൽ ചെയ്ത് വരുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നല്ല സ്ട്രോങ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഇവരെ കയറ്റി കാണിക്കാം. ഓക്കെ, 3 പേരും വയ്ക്കും. കണ്ടല്ലോ, ഇവർ 3 പേര് പോവാണ്. വേറെ സപ്പോർട്ട് കാര്യങ്ങൾ. ഒരു മിനിറ്റ് ഇത് ആ സപ്പോർട്ടൊന്ന് മാറ്റിക്കേ. ഒരാൾ വാ, ആ സപ്പോർട്ടൊന്ന് മാറ്റിക്കേ. അത് വെൽഡിങ് അടിക്കാനായിട്ട് നമ്മൾ വെച്ച സപ്പോർട്ടാണ്. പൊയ്ക്കോ. കണ്ടല്ലോ, ഈ 3 പേര് കയറി പോവാണ്. ഇത് ഒരു കുലുക്കവുമില്ല. അപ്പോൾ ഇത്രയും സ്ട്രോങ് വരണം എങ്കിൽ
ഞാൻ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി ഒരു വീഡിയോ കണ്ടു അത് നമുക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചാടിക്കയറി ചെയ്യാൻ പറ്റിയ വർക്കല്ല. സോ കുറച്ചും കൂടി നമ്മൾ സാധാ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ പെർഫെക്റ്റായിട്ട് ഈ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഒന്നും വന്നിട്ടില്ല. എന്താ പറയുക, അതായത് ഐഡിയാസൊന്നും കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് വീഡിയോ കാണിക്കുക, ഫോട്ടോസ് വരിക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്യും പോലത്തെ ഒരു വീഡിയോ ആരും അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഉപയോഗം വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.